കല്യാണം കഴിക്കാൻ വേണ്ടി 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ വരികയാണ്. ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് വന്നതാണ്. പക്ഷെ തിരിച്ചു പോകുന്നത് ജയിലിലേക്കാണ്. അതും ചെയ്യാത്ത ഒരു കുറ്റത്തിന്. ഹരിയാനയിൽ ഒരു പഞ്ചാബി ആയിട്ടുള്ള ഒരാളെ 4 കിലോ ഹീറോയിനുമായിട്ട് പിടിച്ച കേസിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നും പറഞ്ഞിട്ടാണ് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആ പോസ്റ്റ് ഇടാനുള്ള അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രവാസി ദുബായിൽ കഫ്റ്റീരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾ നാട്ടിലേക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വരികയാണ്. അങ്ങനെ അദ്ദേഹം കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങുന്നു. എയർപോർട്ടിൻ്റെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയാണ്. തടഞ്ഞു നിർത്താനുള്ള റീസൺ ചോദിച്ച സമയത്ത് അയാൾക്കെതിരെ LOC ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഹരിയാന പോലീസാണ് LOC ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഒരു കേസിൻ്റെയും ഭാഗമായിട്ട് ഇന്നേ വരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഒരു ക്രൈമും ഇല്ല, നോ ക്രിമിനൽ ആൻറ്റിസിഡൻസ്, 0. പക്ഷെ എന്താണ് ഈ കേസിൻ്റെ റീസൺ എന്നുള്ളത് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അങ്ങനെ പോലീസിനോട് കാരണങ്ങൾ അന്വേഷിച്ചതിന് ശേഷം ഹരിയാനയിലെ ഏതോ ഒരു ക്രൈമാണെന്നുള്ളത് മാത്രമാണ് അവർ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളത്. 24 hours അടുത്ത് വരെ ഡിറ്റെയിൻ ചെയ്തു. അതിനുശേഷം കണ്ണൂർ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ഹരിയാന പോലീസ് വരുന്നത് വരെ ഡിറ്റൻഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം ഹരിയാന പോലീസ് വന്നു. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്താണ് പ്രതിക്ക് കാര്യം മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അവരുമായി അപ്രോച്ച് ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് കാര്യം മനസ്സിലാവുന്നത്. ഹരിയാനയിൽ ഒരു പഞ്ചാബി ആയിട്ടുള്ള ഒരാളെ 4 കിലോ ഹീറോയിനുമായിട്ട് പിടിച്ച കേസിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നും പറഞ്ഞിട്ടാണ് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. 4 കിലോ ഹീറോയിൻ്റെ കേസിൽ ഒരാൾ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ് NDPS ആക്ട് പ്രകാരം. അത്തരം കേസുകളിൽ ഒരാൾ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരാൾക്ക് ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് തന്നെ മിക്ക കേസുകളിലും ചാർജ് ഷീറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പ്രൈമ ഫേസിയ ഒരു തെളിവുകളും ഇല്ല എന്ന് ജഡ്ജിനെ ബോധിപ്പിച്ചാൽ മാത്രമാണ് അതിൽ ജാമ്യം. അതും 6 മാസം ചാർജ് ഷീറ്റ് വെച്ചതിന് ശേഷം പോലും. അപ്പം അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള ഒഫൻസിലാണ് അദ്ദേഹം ജയിലിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണെന്നുള്ളതിലേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ളൊരു കാരണം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ദുബായിൽ നിന്ന് സമ്പാദിച്ചിട്ടുള്ള പൈസ നാട്ടിലേക്ക് പെട്ടെന്ന് അയക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അങ്ങനെ അവിടെയുള്ള വേറെ ഒരാളുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുകയും അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷം അയാൾ പറഞ്ഞു, ദിർഹം എൻ്റെ കയ്യിൽ തന്നോളൂ, ഞാൻ നാട്ടിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിച്ചോളാം. അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നു. ദിർഹംസ് ഒരു 5000 ദിർഹത്തോളം രൂപ അദ്ദേഹത്തിന് കൊടുക്കുന്നു. അതിന് തക്കതായിട്ടുള്ള ഇന്ത്യൻ കറൻസിയുടെ ഡിഫറൻസ് വെച്ചിട്ടുള്ളൊരു പൈസ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അന്നേ ദിവസം തന്നെ ക്രെഡിറ്റ് ആവുന്നു. ഇത് നടക്കുന്നത് 6 മാസം മുമ്പാണ്. നടന്നു 6 മാസം കഴിഞ്ഞ് അദ്ദേഹം ദുബൈയിലൊക്കെ ജോലി ചെയ്ത് യാതൊരു പ്രശ്നമില്ല നാട്ടിലേക്ക് വന്നു. ഇതിലെ ക്രൈമിൻ്റെ എലമെൻ്റ് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം കൊടുത്ത ആൾ ഈ പൈസ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ പറയുന്നത് ഇന്ത്യയിലുള്ള ഒരാളായിട്ടാണ്. ഇന്ത്യയിലുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബിലുള്ള ഒരാൾ. പഞ്ചാബിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഈ പ്രവാസിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ്, നാട്ടിലെ അക്കൗണ്ടിലേക്ക്. ഈ പൈസ പഞ്ചാബി നിക്ഷേപിക്കുന്ന പൈസ 4 കിലോ ഹീറോയിനുമായിട്ട് ഹരിയാനയിൽ നിന്നും പിടിക്കപ്പെട്ട ഒരു പ്രതി കൊടുത്തിട്ടുള്ള പൈസയാണ്, അല്ലെങ്കിൽ ആ ഡ്രഗ് ഡീലിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള പൈസയാണ് ഈ പ്രവാസിയുടെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പഞ്ചാബിലുള്ള ആളും പിടിക്കപ്പെട്ട 4 കിലോ ഹീറോയിനുമായിട്ട് പിടിക്കപ്പെട്ട ആളും ഡയറക്റ്റ് കണക്റ്റഡ് ആണ്. പൈസ ഇടപാടുകളുണ്ട്. ആ പൈസ നമ്മളുടെ അക്കൗണ്ടിൽ വന്നത് കാരണം പോലീസ് ഒരു സ്റ്റോറി ഉണ്ടാക്കുകയാണ്. ഇദ്ദേഹവും പിടിക്കപ്പെട്ട ആളും തമ്മിൽ ഡ്രഗിൻ്റെ ബിസിനസ്സാണ്. ഇവർ പൈസ ഇവിടെ നിന്നുള്ള പൈസ റൂട്ട് ചെയ്യുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡ്രഗ് മണി ഇന്ത്യയിലൂടെ റൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ട്സിലെ ആളുകൾക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്ന് പറയാം. ഓഫ് കോഴ്സ് ട്രയലിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുന്നൊരു കേസ് തന്നെയാണ്. പക്ഷേ ജാമ്യം കിട്ടുന്നത് വരെ ഇതിൽ ഉള്ളിൽ കിടക്കേണ്ട അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസിൽ പെട്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വാർണിംഗ് എന്നുള്ള തരത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് കുറിച്ചത്. കാരണം ഞാനിത് 2 ദിവസം ഞാൻ കണ്ണൂർ കോടതിയിലും ഇദ്ദേഹത്തിൻ്റെ പിറകിലായിരുന്നു. നമുക്ക് അത്രയും വേദനയോട് കൂടിയിട്ടാണ് കല്യാണം കഴിക്കാൻ വേണ്ടി 27 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ നാട്ടിൽ വരികയാണ്. ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് വന്നതാണ്. പക്ഷെ തിരിച്ചു പോകുന്നത് ജയിലിലേക്കാണ്. അതും ചെയ്യാത്ത ഒരു കുറ്റത്തിന്.